ഹലോ ഡിയർ ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇഫർ എഡ്യൂക്കേഷൻ. നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലെ ഡിഫറെന്റ് സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിക്കാഗോ സ്കൂള്, ടൊറോണ്ടോ സ്കൂള്, ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാങ്ക്ഫർട്ട് സ്കൂളിനെ കുറിച്ചാണ്. ഈ പറഞ്ഞ സ്കൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഡിസ്കോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്കൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണ്? ഫ്രാങ്ക്ഫർട്ട് സ്കൂളാണ്. എന്താണ് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്നത്? ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാർക്സിസത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള മാർക്സിസത്തിന്റെ ഐഡിയാസ് ഒക്കെ വരുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാലഘട്ടം ഏതാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്കോളേഴ്സ് ആരൊക്കെയാണ്, അവരുടെ വർക്ക്സ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ അറിയെങ്കിൽ നെറ്റ് എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന ഈ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള മാർക്സിസത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഫ്രാങ്ക്ഫർട്ട് സ്കൂള് അതിൻ്റെ ഒരു ചിന്താഗതികൾ പോപ്പുലർ ആവുന്നത് 1920s ആൻഡ് 1930s കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ജർമ്മൻ ബേസ്ഡ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ബേസ് ആണ് ഈ പറഞ്ഞ സ്കൂൾ ഓഫ് തോട്ടിനുള്ളത്. മാർക്സിസം ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ദെൻ നമ്മൾ നോക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് സ്കോളേഴ്സ് ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്ന സ്കോളേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? തിയഡോ അഡോണോ, അതുപോലെ തന്നെ മാർക്സ് ഹൊക്കൈമർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സ്കോളേഴ്സ് ആണ്. നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഓരോ സ്കൂൾ ഓഫ് തോട്ട് പഠിക്കുമ്പോഴും അതിൻ്റെ അകത്ത് വരുന്ന സ്കോളേഴ്സ് ആരൊക്കെയാണ്, അവരുടെ വർക്ക്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് കൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട രണ്ട് ആൾക്കാരാണ് തിയഡോ അഡോണോ, അതുപോലെ തന്നെ മാർക്സ് ഹൊക്കൈമർ എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ തിയഡോ അഡോണോ ആൻഡ് മാർക്സ് ഹൊക്കൈമറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇത് ഇവരുടെ 1947 വർക്ക് ആയിട്ടുള്ള ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെന്റിലാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിയഡോ അഡോണോ ആൻഡ് മാർക്സ് ഹൊക്കൈമർ ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന 1947 വർക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് ആണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. മുന്നേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഈ ഒരു കൾച്ചർ ഇൻഡസ്ട്രി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു ടേം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? കൾച്ചറും ഇൻഡസ്ട്രിയുമാണ് വരുന്നത് അല്ലെ. രണ്ട് ടേംസ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താണ് പറയുന്നത്? മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കൾച്ചറിന്റെ ഒരു കമേഴ്ഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൊക്കൈമറും അതുപോലെ തന്നെ തിയഡോ അഡോണോയും അവരുടെ കമ്പൈൻഡ് വർക്ക് ആയിട്ടുള്ള ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെന്റിൽ ഈ പറഞ്ഞിട്ടുള്ള കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ആണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് മാസ് പ്രൊഡ്യൂസ്ഡ് കൾച്ചർ എന്നുള്ളതാണ് ആ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then നെക്സ്റ്റ് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ സ്കോളേഴ്സ് ഓഫ് ദ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ they were trained in disciplines of humanities but were attracted to Marxism എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എന്താണ് മാർക്സിസത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ മെയിൻ ആയിട്ടും വരുന്നത്. ആൻഡ് ദേ യൂസ്ഡ് മാർക്സിസം. എന്തിനു വേണ്ടിയിട്ടാണ് അവർ മാർക്സിസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ടു ക്രിറ്റിക്കലി അനലൈസ് ദ സൊസൈറ്റി ആൻഡ് കൾച്ചർ. അപ്പോൾ സൊസൈറ്റീനെ കൾച്ചറിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മാർക്സിസം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് പ്രധാനമായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്? സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 20s 30s ജർമ്മൻ ബേസ്ഡ് ആണ്. മാർക്സിസത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് ആണ്. ദെൻ മാർക്സിസം ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൊസൈറ്റീനെയും കൾച്ചറിനെയും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്? Frankfurt School argued that culture was fundamental to all social developments in the world എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവിടെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടേം ഉണ്ട് കൾച്ചർ ഇൻഡസ്ട്രി, അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ കൾച്ചർ എന്നുള്ളത്
ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ടാണ് ഈ ഒരു ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ തിയറിസ്റ്റുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്തൊരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ കൾച്ചർ ഇൻഡസ്ട്രി എന്താണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ് ക്രിട്ടിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ക്വസ്റ്റ്യൻസ് ദ സ്റ്റാറ്റസ് കോ and offers alternate way to interpret the social role of media എന്നുള്ളതാണ്. അപ്പോൾ പ്രിവൈലിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ പ്രിവൈലിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ അത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എന്താണ് ഒരു മീഡിയക്ക് സൊസൈറ്റിയിലുള്ള റോൾ എന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് തിയറി അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഐഡിയനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, ക്രിട്ടിക്കൽ തിയറി എന്ന് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് തിയറി അഡ്വക്കേറ്റ്സ് ഫോർ സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റസ് കോ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് എന്താണ് മീഡിയക്ക് സൊസൈറ്റിയിലുള്ള റോൾ എന്ന് അനലൈസ് ചെയ്യുന്നു. ആൻഡ് അതിലൂടെ എന്ത് ചെയ്യാണ്, ഒരു സോഷ്യൽ ചേഞ്ചിലേക്ക് ഫോസ്റ്റർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഐഡിയയാണ് അവരെന്ത് പറഞ്ഞിട്ടുള്ളത്, ക്രിട്ടിക്കൽ തിയറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ നോക്കേണ്ടത്. രണ്ട് പ്രധാനപ്പെട്ട ടേംസ്, ഒന്ന് കൾച്ചർ ഇൻഡസ്ട്രി ആണ്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, തിയഡോ അഡോർണോ ആൻഡ് മാർക്സ് ഹൊക്കീമർ ആണ്. ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന അവരുടെ ഒരു കമ്പൈൻഡ് വർക്കിലാണ് അവർ ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വർക്കിൽ വൺ ഓഫ് ദ ചാപ്റ്റേഴ്സ് ആണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട സ്കോളേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓരോ സ്കൂൾ ഓഫ് തോട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെയാണ് തരുന്നതെങ്കിൽ ഒരു ഭാഗത്ത് എന്തുണ്ടാവും, നമുക്ക് സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞിട്ടുണ്ടാവും, അടുത്തൊരു ഭാഗത്ത് അതിൽ വരുന്ന സ്കോളേഴ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് കാണുമ്പം അതിൻ്റെ അകത്ത് വരുന്ന സ്കോളേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. നമുക്ക് നോക്കാം ആരൊക്കെയാണ് പറയുന്നത്. മാർക്സ് ഹൊക്കൈമർ ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. തിയഡോ അഡോർണോ ആൻഡ് മാർക്സ് ഹൊക്കൈമർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ ഫെഡറിക് പൊലോക്ക്, തിയഡോ അഡോർണോ ഓൾറെഡി പറഞ്ഞു. ദെൻ എറിക് ഫോം, ഹെർബർട്ട് മാർക്യൂസ്, ഫ്രാൻസ് ന്യൂമാൻ, ലിയോ ലെവൻതാൽ, ഹെൻറിക് ഗ്രോസ്മാൻ, വോൾട്ടർ ബെഞ്ചമിൻ. ദെൻ ആരൊക്കെയാണ് വരുന്നത്, ഇത്രയും ആൾക്കാരാണ് വളരെ പ്രധാനപ്പെട്ട സ്കോളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തിയഡോ അഡോർണോ ആൻഡ് മാർക്സ് ഹൊക്കൈമർ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ദെൻ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഫെഡറിക് പൊലോക്ക്, എറിക് ഫ്രോം, ദെൻ ഹെർബർട്ട് മാർക്യൂസ്, ഫ്രാൻസ് ന്യൂമാൻ, ലിയോ ലിൻഡാൾ, ഹെൻറിക് ഗ്രോസ്മാൻ ആൻഡ് വോൾട്ടർ ബെഞ്ചമിൻ. ഇത്രയും സ്കോളേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഇവര് ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ടിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഇതിൽ നമ്മൾ ഹൊക്കൈമറിനെ പറഞ്ഞു, തിയഡോ അഡോർണോനെ പറഞ്ഞു, വോൾട്ടർ ബെഞ്ചമിനെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്ത് ഹൊക്കൈമറിന്റെ വർക്ക്സും അതുപോലെ തന്നെ വോൾട്ടർ ബെഞ്ചമിന്റെ പ്രധാനപ്പെട്ട വർക്കും ആണ് നമ്മൾ നോക്കുന്നത്. മാർക്സ് ഹൊക്കൈമറിന്റെ രണ്ട് വർക്ക്സിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആൻഡ് ട്രഡീഷണൽ തിയറി. 1937 അദ്ദേഹം എഴുതിയിട്ടുള്ള എസ്സേ ആണ് എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ ആൻഡ് ട്രഡീഷണൽ തിയറി. അദ്ദേഹത്തിന്റെ തന്നെ അടുത്തൊരു വർക്കാണ് 47 എഴുതിയിട്ടുള്ള വർക്കാണ്. 47 തന്നെയാണ് നമ്മളുടെ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെന്റും വരുന്നത്. അപ്പൊ 1947 മാർക്സ് ഹൊക്കൈമറിന്റെ അടുത്തൊരു വർക്കാണ് എക്ലിപ്സ് ഓഫ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ വർക്ക്സ് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ക്രിട്ടിക്കൽ ആൻഡ് ട്രഡീഷണൽ തിയറി ആണ്, 37 വരുന്നത്. ആൻഡ് എക്ലിപ്സ് ഓഫ് റീസൺ എന്ന് പറയുന്ന വർക്ക് വരുന്നത് 1947. അടുത്തൊരു സ്കോളർ എന്ന് പറയുന്നത് വോൾട്ടർ ബെഞ്ചമിൻ ആണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ദ വർക്ക് ഓഫ് ആർട്ട് ഇൻ ദ ഏജ് ഓഫ് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ. 1936 വരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ 3 വർക്ക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, ക്രിട്ടിക്കൽ ആൻഡ് ട്രഡീഷണൽ തിയറി, എക്ലിപ്സ് ഓഫ് റീസൺ, അതുപോലെ തന്നെ ദ വർക്ക് ഓഫ് ആർട്ട് ഇൻ ദ ഏജ് ഓഫ് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ 1936 വരുന്നത്. അപ്പോൾ ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്നത്, അല്ലെ ചിക്കാഗോ സ്കൂൾ, ടൊറോണ്ടോ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കുന്നത് പോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കോളേഴ്സിന്റെ അല്ലെങ്കിൽ തിയറിസ്റ്റുകളുടെ വർക്ക്സും നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതിന്റെ അകത്ത് വരുന്ന ബാക്കിയുള്ള തിയറിസ്റ്റുകളുടെ ഒക്കെ വർക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താണ് ഈ പറഞ്ഞ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറഞ്ഞു, എപ്പോഴാണ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്, ജർമ്മൻ ബേസ്ഡ് ആണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതിൽ വരുന്ന പ്രധാനപ്പെട്ട സ്കോളേഴ്സും പ്രധാനപ്പെട്ട വർക്ക്സും ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി ബാക്കി വരുന്ന സ്കൂൾ ഓഫ് തോട്ടുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പഠിക്കുക. സ്കോളേഴ്സും അവരുടെ വർക്ക്സും ഈ ഒരു ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.